സുഖമില്ല കേട്ടാ. സൈഡ് വേസിൽ ഇങ്ങനെ ആയിരുന്നു ഞാനാങ്ങാണ്. ഇതുണ്ടല്ലോ, ഞാൻ രാവിലെ എന്ത് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ താഴെ വീണിട്ട് വെയിറ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്താൽ മതി. കിടിലൻ റൈഡായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ലേ, എടിക്കുന്ന ടൈം ആയില്ലല്ലോ. ഇത് 15 മിനിറ്റിന് മുമ്പേ ഉള്ളതാണ്. ഇങ്ങനെ ടൈം നമ്മൾ വെച്ച് ട്രേഡ് ചെയ്യാനുണ്ടാണ് അത് കിട്ടാത്തത്, അല്ലെങ്കിൽ എടുക്കായിരുന്നു. എടുത്ത കാശ് ഓക്കെ. എസ് വലുതായിപ്പോയി, അതിന് ചെറുതാകണം. കുറച്ച് ബ്രീത്തിങ് വന്നതിന് ശേഷം ട്രേഡ് 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാശ്. കണ്ടല്ല, 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി 20% ഉള്ളൂ. ഇതിനുള്ളിൽ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ട ടൈമായിരുന്നു. ഏകദേശം എത്ര, 6 മണി അടുപ്പിച്ച. ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ടൈമാണ്. 5:30 കഴിഞ്ഞ് ഞാൻ ട്രെയിൻ തൊടാത്തതാണ്. ആ ഒരു മൂമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. കിട്ടി. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കണ്ട, ഈ സ്റ്റോപ്പ് ലോസ് തന്നെ മതി, വേറെ മാറ്റണ്ട. കിട്ടണമെങ്കിൽ 20, പോകണമെങ്കിൽ 20, അത് തന്നെ. ഷട്ട് ഡൗൺ ആണ്. ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഇറങ്ങണം കേട്ടോ. ഷട്ട് ഡൗൺ, നമ്മൾ ഇൻലെറ്റൊന്നും വരണില്ല. ഒന്ന് ചെക്ക് ചെയ്തിട്ടാകും. ജസ്റ്റ് 3 മീറ്റർ ആകുമ്പോൾ ഇൻലെറ്റ് സ്റ്റോപ്പ് ചെയ്യണം, പമ്പ് ഓഫ് ചെയ്യണം. യെസ്, കിടക്കണുണ്ട് എങ്ങനെ ആയിരിക്കണം. നേരെ പോയി നേരെ പോയി ചേമ്പറിനകത്ത് ഇറങ്ങി അതിൽ പ്രഷർ വരണുണ്ടോ ഇല്ലയെന്ന് പോയി ഗേജിൽ പോയി ചെക്ക് ചെയ്യണം. ഇതിനകത്ത് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ ഗായ്സ്, നേരത്തെ ഞാൻ മണ്ടേക്കര പോട്ട് ഒരു കേജിന്റെ ഫോട്ടോ എടുക്കാൻ വന്നത്. കഴിക്കാൻ പോണ കേട്ടോ. ഗായ്സ്, സലാം ലേറ്റായി പോയി കേട്ടോ. പറഞ്ഞാൽ 1/2 മണിക്കൂർ ലേറ്റായി പോയി. കുഴപ്പമില്ല, ഒന്ന് ഫ്രഷ് ആവട്ടെ. ഫുള്ള് വെള്ളം ഒഴിച്ചു കേട്ടോ. കറി ഉണ്ടാകണം കേട്ടോ. കയറണം കേട്ടോ. ഇവിടെ ഫ്ലോർനേഷൻ്റെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയിരുന്ന് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം, അനാലിസിസ് നോക്കണം. യെസ്, പിന്നെ ഇൻലെറ്റ് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒരു പിടിയില്ല ഗായ്സ്. ലേറ്റ് ആയിട്ടാ, 20% മേളിൽ പോയി. കുഴപ്പമില്ല. യൂറോയുടെ ട്രേഡ് ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല റിയലി. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗോൾഡിൻ്റെ ഷോർട്ടിൻ്റെ പ്ലാൻ എടുക്കായിരുന്നു. യെസ്, കുറവാണ്. ഷട്ട് ഡൗൺ ആയതുകൊണ്ട് നമ്മളൊന്ന് പമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെ ലെവൽ ഡൗൺ ആയില്ല. നമ്മളവിടെ വന്നു തുടങ്ങിയതിന് ശേഷം ഒന്ന് റീചെക്ക് ചെയ്യണം. നോക്കട്ടെ, ഇതിനകത്ത് ഒരു പറഞ്ഞ് പ്രഷർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി നോക്കട്ടെ ഒന്നും കൂടി. ഫോർമേഷൻ്റെ ചെക്ക് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. കേട്ടോ കഴിച്ചിട്ട് വേണം വെള്ളം വരണമെന്നില്ലേ എന്ന് നോക്കാൻ. ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല. മറിച്ച് കേട്ടോ. ഇൻലെറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഒരു 15-20 മിനിറ്റിനകത്ത് നോക്കാം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് എല്ലാ പമ്പിൻ്റെയും എയറൊന്നും എടുത്ത് വിടാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. എടുത്തുവിട്ട് ഓഫായിരുന്നല്ല, എയർ കിടക്കണമായിരുന്നു. എല്ലാത്തിനും ഒന്ന് ചെറുതായിട്ട് തുറന്നു വിടാൻ പറഞ്ഞു. തുറന്നു വിടണം, ചെറുതായിട്ട് തുറന്നുവിട്ടിട്ടുണ്ട്. അത് പമ്പ് സ്റ്റാർട്ടാക്കിയതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മൊബൈൽ നല്ല ഇതാവണം കേട്ടോ. ലാഗ് അടിക്കുന്നു മൊബൈൽ. വീഡിയോയിൽ കൂടി അറിയാൻ പറ്റും. എന്ത് ചെയ്യാനാ, ചൂട് കൊണ്ടാണോ അങ്ങനെ ആവണോ ഒരു പിടിയില്ല. നല്ല ടെമ്പറേച്ചറല്ലേ. അപ്പം ഇതിനാവും കുറവാണ്. പമ്പ് റണ്ണിങ് അല്ലല്ലേ പറഞ്ഞാൽ പോയി അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് തുറന്നിട്ടേക്കല്ല. വെള്ളം വരണില്ല അത്ര, കുറേ പോണ വിട്ടു. ഇപ്പോഴാണ് കറക്റ്റായി കേട്ടോ. കുറച്ച് മറ്റേത് എയറായിരുന്നു ഇങ്ങ് വരെ തെറിച്ചത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെയാണ്.
എന്ന് പറഞ്ഞാൽ പോയി റൂമിൽ കൊണ്ടുവന്ന് ടൂളും വെച്ചിട്ട് അതിനകത്ത് ഇറങ്ങി നോക്കണം. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഡൗണായതുകൊണ്ട് ഇത്തിരി പ്രശ്നമാണ്. കാരണം വെള്ളം ഇത്ര വരണവുമില്ല, കൂടുതൽ പുറത്ത് പോവുകയും ചെയ്യും. ഓണാക്കി ഇടാനും പറ്റുള്ളത് കൊണ്ട് അങ്ങനെ പെട്ടതുപോലെ ഇരിക്കുക. ഇതുവരെ പ്രഷർ വിട്ട് തുടങ്ങിയില്ല. പ്രഷർ വിട്ട് തുടങ്ങിയാലേ ഇല്ലറ്റ് വെക്കണത് വരുള്ളൂ. 14,000 പമ്പ് ഓണാക്കാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല കേട്ടോ. 1300 ലക്ഷം ഇല്ലറ്റ് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ ബേസ് കുഴപ്പമില്ല. ബാക്കി നോക്കേണ്ടതും കുഴപ്പമില്ല. മെയിനായിട്ട് വിളിച്ച് പറയേണ്ട സ്ഥലത്ത് കൺട്രോൾ ഇതില്ല, സ്കാഡ പോയി നോക്കാം. പറഞ്ഞനുസരിച്ച് പറയും, ബാക്കി കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത അനാലിസിസ് നോക്കാം. ഇത് €USD ആണ് കേട്ടോ. അത് ഒന്നും പറയാനില്ല. ഇത് ഡൗൺ ട്രെൻഡ് ആണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഒന്നും പറയാൻ പറ്റാത്തൊരു പൊസിഷനാണ്. അടുത്ത് ഗോൾഡ് മോർണിംഗിൽ എടുത്തിരുന്നെങ്കിൽ ഒരു നല്ല ട്രേഡ് കിട്ടുമായിരുന്നു. പിന്നെ അടുത്ത് എത്ര മണി, ഒരു 1 2 3 4 5 6 7 മണിക്കൂർ മുമ്പേ നോക്കിയിരുന്നെങ്കിൽ അല്ല, എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ മുമ്പ് നോക്കിയിരുന്നെങ്കിൽ 2-3 മണിക്കൂർ മുമ്പ് നോക്കിയിരുന്നെങ്കിൽ ഒരു നല്ലൊരു അറിയായിരുന്നു. ഞാൻ നമ്മളെ ട്രേഡിങ് ടൈം അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ് ജസ്റ്റ് നോക്കുക, അനാലിസിസ്, ട്രേഡിൻ്റെ ടൈം എടുക്കുക. പിന്നെ ഇവിടെയും ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്. ഇനി ഷട്ട് ഡൗൺ കഴിഞ്ഞാലേ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്യണം പയ്യെ. വേറെ വലിയ പരിപാടി ഒന്നുമില്ല ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.